നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, തട്ടിപ്പുകളുടെ ഒരു ലോകത്ത് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ തട്ടിപ്പിന് ഇരയാവാതെ ജീവിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ കൺമുന്നിലൊക്കെ ഇങ്ങനെ തട്ടിപ്പ് പച്ചയ്ക്ക് കാണുമ്പോൾ അത് പറയാതിരിക്കാനാവില്ല. നോക്കൂ, ഇന്ന് എനിക്ക് സംഭവിച്ച ഒരു വലിയ തട്ടിപ്പ്. ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ ഒരു കാറുണ്ട്. ആ കാറ് ഞാനിവിടെ സ്ഥിരമായിട്ട് സർവീസിങ്ങിന് കൊടുക്കാറ് പോപ്പുലർ സർവീസിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോപ്പുലർ സെയിൽസും ഉണ്ട്, സർവീസും ഉണ്ട് മാരുതിയുടെ. അത്തരത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സർവീസിങ്ങിന് ഇവിടുത്തെ ഷോറൂമിൽ തന്നെയാണ് കൊടുക്കാറ്. വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വണ്ടൂരിൻ്റെയും നിലമ്പൂരിൻ്റെയും ഇടയിൽ നടുവത്ത് എന്ന് പറയുന്ന സ്ഥലത്തിന് ശേഷം വരുന്ന പോപ്പുലറിൻ്റെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. നോക്കൂ, ഞാൻ അവിടെ വർഷങ്ങളായിട്ട് സർവീസിങ്ങിന് കൊടുക്കുന്ന കേന്ദ്രമാണ്. ഇന്നലെ രാത്രി എൻ്റെ കാറിൻ്റെ ബാറ്ററി വീക്ക് ആവുകയും അത്തരത്തിൽ ഇന്ന് രാവിലെ ഞാൻ അവരെ അറിയിച്ചു, നോക്കൂ എൻ്റെ കാറ് സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് ബാറ്ററി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ബാറ്ററി ചെക്ക് ചെയ്തു. ബാറ്ററി ചെക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, സാറേ ഇതൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് പരിശോധിച്ചിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അവർ വന്ന രണ്ടുപേര് അവർ വണ്ടിയുമായിട്ട് പോകുന്നു. അങ്ങനെ പോയതിന് ശേഷം നോക്കൂ, അവരെന്നെ ഒരു മണിക്കൂറിന് ശേഷം വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവർ പറയുന്നു, സർ ഇതിൻ്റെ ബാറ്ററി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്, ഇത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നോക്കൂ നിങ്ങളൊരു 4-5 മണിക്കൂർ ചാർജിലിടൂ, ചാർജിൽ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവരതിന് തയ്യാറാവുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ബാറ്ററി എടുക്കണം, അവിടെ നിന്ന് പുതിയ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ള അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ശരി എന്നാൽ ഒരു കാര്യം ചെയ്യൂ, കാറ് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കൂ, ഞാൻ ബാറ്ററി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, സർ ഈ വണ്ടിക്ക് നിങ്ങൾ പുറമേ നിന്ന് ബാറ്ററി ഇട്ടാൽ പറ്റില്ല, ആ വാറണ്ടി ഈ വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണോ, ഇത് പോവും അത് പോവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ശരി സുഹൃത്തെ, എത്രയാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ സർവീസിങ്ങിൽ ഇരിക്കുന്ന പയ്യൻ വിനീത് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ പറയുകയാണ്, സാറേ ഇതിന് 5,900 വരുമെന്ന് ആദ്യം പറയുന്നു. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ ഉണ്ടോ വിനീത ഇതിന് റേറ്റ്? കാരണം ചെറിയ ബാറ്ററിയാണ്, വലിയ നമ്മുടെ പഴയ കാലത്തെ ജീപ്പിൻ്റെയോ അതല്ലെങ്കിൽ ബൊലേറോ പോലത്തെ വലിയ വാഹനങ്ങളുടെ ബാറ്ററി അല്ല ഇതിന് വരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. പിന്നെ ഇയാൾ പറയുന്നു 5,600 പറയുന്നു. അങ്ങനെ ഇയാൾ വായിൽ തോന്നിയ റേറ്റ് സത്യത്തിൽ പറയുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം വന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഞങ്ങൾ പ്രീ ഡിഗ്രി വരെ ഒന്നിച്ച് പഠിച്ച ഒരു സുഹൃത്താണ്. അദ്ദേഹം ഈ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, ഇന്ന ഫീച്ചേഴ്സ് ആണ് ഇതിന് വേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈജു അതിൻ്റെ ഒരു ഫോട്ടോ എന്ന് അയക്കടാ, ഞാനത് നോക്കിയിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുന്നു. അതിൻ്റെ ആ ഫീച്ചേഴ്സൊക്കെ അവർക്ക് നോക്കണമല്ലോ. അങ്ങനെ ഫീച്ചേഴ്സ് നോക്കിയ ഉടനെ തന്നെ അവൻ പറയുന്നു, എടാ ഇതിന് 4,600 വരുന്നുള്ളൂ, അതിൽ തന്നെ ആ പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് 1,200 രൂപ വീണ്ടും 300 രൂപയോളം കുറവ് കിട്ടുമെന്നും പറയുന്നു. നോക്കൂ, ആലോചിച്ച് നോക്കൂ, 1,200 രൂപയ്ക്ക് അധികം മുകളിൽ നമ്മളെ പറ്റിക്കുക, കണ്ണും പൂട്ടി പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ഇത് രണ്ടാമതൊരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ കാരണം എന്തെന്നറിയാമോ? ഇതേ ഷോറൂമിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറ്, പുതിയ കാറാണ്, അതിന് സർവീസിങ്ങിന് 1 വർഷം 1.5 വർഷമായിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ സമയത്ത് അതിൻ്റെ 4 ഷോക്ക് ആബ്സർ മാറ്റണമെന്ന് ഈ ഷോറൂമിൽ തന്നെ ആളുകൾ പറയുന്നു. അത്തരത്തിൽ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു വർക്ക്ഷോപ്പിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട സമയത്ത് ആ സുഹൃത്ത് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഷോക്ക് ആബ്സറിന് ഒരു കേടുമില്ല. നോക്കൂ, നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഇത്തരത്തിൽ വാഹനങ്ങളുടെ സർവീസ് സെൻ്ററുകളിൽ ഓരോ മനുഷ്യനെ അറത്തുകൊണ്ടായാലും വേണ്ടില്ല, വാഹനത്തിൽ നിന്ന് ഓരോന്ന് ഊരിയും മോഷ്ടിച്ചിട്ടുമായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കൊള്ളയടിക്കുക എന്നൊരു സ്വഭാവം ഷോറൂമുകളിൽ ഇന്ന് നിലവിലുണ്ട് എന്നതാണ് സത്യം. ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വാഹനത്തിൻ്റെ തന്നെ ഫ്രണ്ട് ഡോറിനോട് ചേർന്നിട്ട് 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയത്ത് അത് താഴോട്ട് ഡിസ്പ്ലേ അടിക്കും. അത് ഓട്ടോമാറ്റിക് ആണ്, അത് രാത്രി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, സെൻസറുള്ള സാധനം. അങ്ങനെ ആ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് താഴെ കാല് വെക്കുന്ന സമയത്ത് അവിടെ ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ്. അതിന് വിലയുമുണ്ട് ആ ലൈറ്റ്. അപ്പം ഞാൻ എൻ്റെ കാറ് എടുത്തതിന് ശേഷം ഇൻഡസിലാണ് ഞാൻ ആദ്യം സർവീസിന് കൊടുത്തിരുന്നത്. അങ്ങനെ മാരുതിയുടെ ഇൻഡസ് നിലമ്പൂർ ഷോറൂം ഉണ്ട്, അവിടെ കൊടുത്ത സമയത്ത് ഈ 2 ഫ്രണ്ട് ഡോറിലുള്ള ഈ ലൈറ്റും മോഷ്ടിക്കപ്പെട്ടിരുന്നു. ആ ലൈറ്റ് മോഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ആ ഷോറൂമുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവരുമായിട്ട് ഒരുപാട് തർക്കത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും അതിന് പരിഹാരം വരാതിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സംഘടനയെ ഇടപെടിക്കേണ്ടി വന്നു. അവസാനം VHPയുടെ ഭാരവാഹികളായിട്ടുള്ള മലപ്പുറം ജില്ലാ ഭാരവാഹികളെ ഞാനത് ബന്ധപ്പെട്ട് അവരോട് കാര്യം പറഞ്ഞ് അവർ ഇവരെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചതിൻ്റെ
വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് ഇവർ മോഷ്ടിച്ച ആ ലൈറ്റ് എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നത്. നമുക്ക് മോഷ്ടിച്ച എന്ന് ഞാൻ പറയാൻ മറ്റൊന്നും കൊണ്ടല്ല, വണ്ടി സർവീസ് ചെയ്യുമ്പോൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് അവിടെ ഊരി വെക്കും. അവർക്ക് ഈ സർവീസ് ചെയ്യുന്ന എല്ലാ ഏരിയയിലും അവർ CCTV വെച്ചിട്ടുണ്ട്, അവരത് പരിശോധിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇൻഡസിൽ ഈ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിലമ്പൂർ സർവീസ് സെന്റർ, മാരുതിയുടെ സർവീസ് സെന്റർ. അങ്ങനെയാണ് ഞാൻ പോപ്പുലറിലേക്ക് മാറിയത്. പക്ഷേ പോപ്പുലർ ആയാലും ഇൻഡസ് ആയാലും എല്ലാം ഈ മനുഷ്യന്മാരെ അറക്കാൻ വേണ്ടി അറക്കാനുള്ള കത്തി ഉണ്ടല്ലോ, അത് മൂർച്ച കൂട്ടിയിരിക്കുന്ന വിഷജന്തുക്കൾ തന്നെയാണ് ഈ വെറ്റകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്ത് വാഹനം നിങ്ങൾക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും, നിങ്ങൾ ഫ്രഷ് സർവീസ് ആണെങ്കിൽ പോലും ഏതൊരു സർവീസ് സെന്ററിൽ നിങ്ങളടുത്ത് പറയുന്ന കാര്യങ്ങൾക്കും നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ നേടി നോക്കും. നിങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപയായിരിക്കും ലാഭിക്കാനാവുക. ഞാനിത് പറയാൻ മറ്റൊന്നും കൊണ്ടുമല്ല, എൻ്റെ സുഹൃത്തിൻ്റെ കാറിൻ്റെ ഷോക്ക് ആബ്സർ പോയി എന്ന് പറഞ്ഞല്ലോ. എൻ്റെ വാഹനം കഴിഞ്ഞ തവണ സർവീസിന് കയറ്റിയ സമയത്ത് 2 ഷോക്ക് ആബ്സർ പോയിട്ടുണ്ട്, മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ഇവറ്റകൾ ബില്ല് തന്നത് 12,000-ലധികം മുകളിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം വന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഈ വിവരം പങ്കുവെക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തിന് ഈ അനുഭവം അദ്ദേഹം പറയുന്നതും. അദ്ദേഹം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ തന്നെ പുറമേ ഒരു വർക്ക്ഷോപ്പിന് അവരോട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില സൂചനകൾ, ഇന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ അതില്ല എന്ന് ബോധ്യപ്പെടുകയും, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ വന്നിട്ട് പരിശോധിക്കാം, എന്നിട്ട് നീ ഇപ്പം മാറ്റല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് പരിശോധിച്ചപ്പോഴാണ് 4 ഷോക്ക് ആബ്സർ മാറ്റണം എന്ന് സർവീസ് സെന്ററിൽ നിന്ന് പറഞ്ഞ കാറിന്റെ ഒരു ഷോക്ക് ആബ്സർ പോലും മാറ്റേണ്ടി വന്നില്ല എന്നുള്ളതും. ഇവർ സർവീസ് ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മളെ ആരും പ്രവേശിപ്പിക്കൊന്നുമില്ല. ഇപ്പോഴൊക്കെ നമ്മുടെ വീട് അതല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്നിട്ട് വണ്ടി എടുക്കുന്ന സിസ്റ്റമാണുള്ളത്. വണ്ടി അവർ കൊണ്ടുപോകുന്നു, പിന്നെ വലിയൊരു എഴുത്തി നിറച്ച ഒരു വലിയൊരു ബില്ലുമാണ് നമുക്ക് കൊണ്ടുവരിക. ഇത്ര എമൗണ്ട് ആയി എന്ന് പറയും, അതിൽ നിന്ന് ₹1 ഡിസ്കൗണ്ടും കിട്ടില്ല. അത്തരത്തിലാണ് ഇന്ന് സർവീസ് സെന്ററുകളെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പുലർ എന്ന് പറയുന്ന ഈ സർവീസ് സെന്റർ വണ്ടൂരിന്റെയും നിലമ്പൂരിന്റെയും ഇടയിലുള്ള നിലമ്പൂരിന്റെ സർവീസ് സെന്ററും സെയിൽസുമായിട്ടുള്ള വലിയ ഷോറൂമാണ് പോപ്പുലറിൻ്റെത്. അവരുടെ അധികാരികളുമായിട്ട് ഞാൻ സംസാരിച്ചു, പരാതി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നോക്കൂ, എത്ര സാധാരണക്കാരെ ആയിരിക്കും ഇവർ പറ്റിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ രസം, ഇവരുടെ തന്നെ ഒരു ആളെ ഞാൻ ബന്ധപ്പെടുന്നു, ഇവരുടെ ഒരു സ്റ്റാഫിനെ, എൻ്റെ ഒരു പരിചയക്കാരൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, എന്താണ് ബൈച്ചേട്ടാ പ്രശ്നം എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, ബൈച്ചേട്ടാ ഞാൻ പോലും ഇവിടുന്ന് ബാറ്ററിയോ ചെറിയ ചെറിയ സ്പെയറുകളൊന്നും എടുക്കലില്ല, അത്രയ്ക്ക് മറവാണ് ഇവിടെ എന്നുള്ളത് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. എന്തായാലും ഇത്തരത്തിലാണ് നിലമ്പൂർ പോപ്പുലർ സർവീസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും നടത്തുന്ന വലിയൊരു അറിവ്, അത് ലോകത്തോട് വിളിച്ച് പറയേണ്ടതുണ്ട്. വെറും ഒരു ബാറ്ററിക്ക് 4,600 രൂപ, അതിൽ നിന്ന് തന്നെ 10,200 രൂപ നമ്മൾ ഈ പഴയ ബാറ്ററി കൊടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതിന് 5,900-ന് വിൽക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും. എന്നിട്ട് ഞാൻ ഇവരുടെ ഷോറൂമിൽ നേരിട്ട് പോയി ഞാൻ അവിടുത്തെ മാനേജറുമായിട്ട് അനന്തു എന്ന് പറയുന്ന അനന്ത് ജോബ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, അനന്ത് ജോബ്, ഈ അനന്ത് ജോബിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇവൻ വലിയ നരസിംഹ മോഡൽ മീശയൊക്കെ പിരിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അതായത് തനി ഗുണ്ടകളെയാണ് ഇത്തരത്തിലുള്ള സർവീസ് സെന്ററുകൾ ഇരുത്തിയിരിക്കുന്നത്. പല സർവീസ് സെന്ററുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കസ്റ്റമേഴ്സിനോട് ഗുണ്ടായിസം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. അത്തരത്തിൽ മറ്റൊരു ഗുണ്ടയെ ഞാൻ ഇന്ന് കണ്ടു. പക്ഷെ ആ ഗുണ്ടയുടെ എല്ലാ ഗുണ്ടായിസും അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആ ഗുണ്ടയോട് സംസാരിച്ച വോയിസ് ഒക്കെ എൻ്റെ മൊബൈലിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വോയിസ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്കൊരു തെളിവ് ആവശ്യമാണല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരക്കാർ നമ്മൾ അവൻ്റെയൊക്കെ ഓഫീസിൽ കയറി നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞ് പരാതി കൊടുത്താലും മതി. അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിയിട്ടാണ് പോവാറ്. അവൻ്റെയൊക്കെ ആ സംസാര രീതിയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഇവരുടെ അധികാരികൾക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്, എടുക്കാൻ സാധ്യതയില്ല. കാരണം ഗുണ്ടായിസം തന്നെയാണ് ഇത്തരം ഷോറൂമുകാരുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ പോപ്പുലർ എന്ന് പറയുന്ന ആ സർവീസ് സെന്ററിലേക്കും സെയിൽസിലേക്കും നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ വണ്ടിയെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഇവന്മാരുടെ ദുഷ്ടത്തരം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയൊരു സ്പെയർ ആണെങ്കിലും വലിയൊരു സ്പെയർ ആണെങ്കിൽ പോലും അത് മാറ്റേണ്ട ആവശ്യം പോലും ഇല്ലെങ്കിൽ പോലും മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പോലും ബില്ലടിക്കുന്ന ദുഷ്ടന്മാരാണ് ഇവൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഡസ് ആണെങ്കിലും പോപ്പുലർ ആണെങ്കിലും മറ്റേതൊരു സർവീസ് സെന്ററുകളാണെങ്കിലും ഇതാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് പറ്റിയ വലിയൊരു പറ്റുമായിരുന്നൊരു ചതി, ആ ചതി ഞാൻ എൻ്റെ സുഹൃത്ത്, ബാറ്ററിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹത്തോട് ഈ ഷോറൂമിനെതിരെ എനിക്ക് സംശയം നിലവിൽ വന്നതുകൊണ്ട് തന്നെ
മറ്റൊരു സുഹൃത്തിന് ഇത്തരത്തിൽ സംഭവിച്ചത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് 1200 രൂപ എനിക്ക് ലാഭിക്കാൻ പറ്റിയത്. നോക്കൂ, 4400 രൂപയുടെ സാധനം 5900 വിൽക്കുക. എന്നിട്ട് ഈ ആനന്ദ് ജോബോ അങ്ങനെ എന്താണ് ആ മാനേജറുടെ പേര്, അവൻ എൻ്റെ അടുത്ത് ന്യായീകരിക്കുകയാണ് 5622 അത്രേ അവർക്ക് അതിന് കിട്ടുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, പൊന്നു സഹോദര, നീ ഒരു കാര്യം ചെയ്യും, ഒരു 46,000 രൂപ താ, ഞാനൊരു 10 എണ്ണം ഇപ്പം നിനക്ക് ഞാൻ ഇറക്കി തരാം. കാരണം 4600 ഉള്ളൂ, പഴയത് നമ്മൾ തിരിച്ചു കൊടുത്താൽ 1250 രൂപ അതിനും കുറച്ച് കിട്ടും, നീ ഇങ്ങോട്ട് താ, ഞാനിപ്പോൾ ഇറക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിന് പറ്റില്ല. അതായത് ഗുണ്ടായിസം മാത്രം കാണിക്കുകയല്ല, പണം ഇത്ര പിടിച്ചു വാങ്ങുമെന്നുള്ള വാശിയും. അത്തരത്തിൽ ഇവർ എൻ്റെ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന സമയത്ത് ഇവന്മാർ എല്ലാം അഴിച്ചു ഊരിയിട്ടിരിക്കുകയാണ്. നോക്കൂ, ഇവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വണ്ടി കൊടുക്കാം? ബാറ്ററി നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവന്മാർ വല്ലതും ഊരി മാറ്റിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്രയും വലിയൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ന് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ സർവീസ് സെന്ററുകളിൽ നിന്ന് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങനെയാണ് ഒരു പരിഹാരം വരിക എന്ന് നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു പരിധി വരെ ഫ്രീ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്രീ സർവീസ് കഴിയാനും നിങ്ങൾ നിൽക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഷോറൂമുകാർ നിങ്ങളടുത്ത് പറയുകയാണ് അത് മാറ്റണം ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരി നമുക്ക് നാളെ മാറ്റാം അല്ലെങ്കിൽ മറ്റന്നാൾ മാറ്റാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വണ്ടി കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളത് മാറ്റിക്കുക. ഇനി മാറ്റിയെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും സുഹൃത്തിനെ കൊണ്ട് വീണ്ടും പരിശോധിപ്പിക്കേണ്ടി വരും. ആ അവസ്ഥയിലൂടെയാണ് ഇന്ന് ഷോറൂമുകൾ പോകുന്നത്. അതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. പൂർണ്ണമായിട്ട് ഇവന്മാരോടൊക്കെ സംസാരിച്ചതിൻ്റെയും ഇവന്മാരുടെ ഷോറൂമിൽ പോയതിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആവശ്യമെങ്കിൽ നമ്മൾക്ക് അതൊക്കെ പുറത്തു വിടേണ്ടി വരും. ഇത്തരക്കാരൊക്കെ വലിയ മാഫിയകളാണ് എന്ന് നമ്മൾക്കറിയാം. ആ മാഫിയകളെ നമുക്ക് തല്ലി ഒതുക്കാനോ നിയമത്തിൻ്റെ വഴിയിലൂടെ പരാതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാലോ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾക്കറിയാം ഇവിടെ ഉപഭോക്തൃ പരിഹാര ഫോറങ്ങളൊക്കെ ഉണ്ട്. അത് സാധാരണക്കാരനൊക്കെ അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ എത്ര ആഴ്ചകൾ എത്ര മാസങ്ങൾ ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരുമെന്ന് നമ്മൾക്ക് അറിയില്ല. അത്തരത്തിലുള്ള നിയമ നൂലാമാലകൾ, പിന്നെ അതുമല്ല എല്ലാത്തിൻ്റെയും പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും നമുക്ക് അനുകൂലമായിട്ട് നിയമം വരിക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ ശുദ്ധ തട്ടിപ്പുകൾ ഉണ്ടല്ലോ, ആ തട്ടിപ്പുകൾ പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുക. അപ്പോൾ ആളുകൾക്ക് അവബോധം വരും ഇതിനെക്കുറിച്ച്. ആ ബോധം വരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ട് പോപ്പുലർ എന്ന് പറയുന്ന നിലമ്പൂരിലെ പോപ്പുലറിൻ്റെ സർവീസ് ആയാലും സെയിൽസ് ആയിട്ടുള്ള അതിൻ്റെ ഷോറൂം, അത് നിലമ്പൂരിൻ്റെയും വണ്ടൂരിൻ്റെയും ഇടയിൽ നടുവത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നാണ്. ആ ഷോറൂമിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആ ഷോറൂം മാത്രമല്ല, ഇതൊക്കെ വലിയ മാഫിയകൾക്ക് കീഴിൽ തന്നെയാണ്. അവരുടെ പോപ്പുലർ എന്ന് പറയുന്ന ആ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിന് കീഴിൽ നിങ്ങൾ സർവീസിലേക്ക് പോവുകയാണെങ്കിലും സെയിൽസിന് പോവുകയാണെങ്കിലും നിങ്ങളുടെ വണ്ടി അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്ന ആ പ്രൊഡക്റ്റ് എത്രത്തോളം ഈ പറയുന്ന തട്ടിപ്പിന് ഇരയാവാതെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. എന്തായാലും എനിക്ക് തട്ടിപ്പിന് ഇരയാവേണ്ടി വന്നില്ല. നമ്മുടെ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എൻക്വയറി നടത്തിയത് കൊണ്ട് തന്നെ 1200 രൂപയോളം വെറും ഒരു ബാറ്ററിയിൽ തന്നെ തട്ടിപ്പ് നടത്താൻ നോക്കിയ പോപ്പുലർ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ പോപ്പുലർ മാരുതി, നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും 1 മണിക്കൂറിനകം നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുമെന്ന് പരാതി കൊടുത്ത ആ അതോറിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ 2 മണിയോടുകൂടിയാണ് ഞാൻ പരാതി കൊടുത്തത്. ഇത്രയും നേരമായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്രമാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ജനങ്ങളെങ്കിലും അറിയേണ്ടതുണ്ട്, ഇത്തരത്തിൽ കുതികാൽ വെട്ടുന്ന അതല്ലെങ്കിൽ അറക്കാനിരിക്കുന്നവന്മാരാണ് മാരുതി പോപ്പുലർ എന്ന് പറയുന്ന ഈ സർവീസ് ഏജന്റുമാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.